ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും റാവൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് ബീറ്ററോ ഓവനോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളിടുന്ന സിമ്പിൾ റെസിപ്പീസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും. അപ്പം നമുക്കിതാ ഇത്ര ചെറിയ നല്ല അടിപൊളി കേക്ക് നമുക്ക് കുക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്നിവിടെ ചെയ്തെടുക്കുന്നത്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മളിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുമ്പം ഒരേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ എടുക്കണം. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദയുടെ അതേ ഗ്ലാസ്സിൽ തന്നെ ആയിരിക്കണം അര ഗ്ലാസ് പഞ്ചസാര എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ എടുക്കേണ്ടത്. അതുപോലെ തന്നെ അര ഗ്ലാസ് വേണ്ട, ഒരു 1/4 ഗ്ലാസ്സിനും സ്വല്പം കൂടി കൂടുതലായിട്ട് ചൂട് പാല്. ഇത്രയും ഈ 4 ഐറ്റവും നിങ്ങൾ ഒരേ അളവ് പാത്രത്തിൻ്റെ ഇതിൽ തന്നെ വേണം എടുക്കാൻ. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് മൈദ എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചൂട് പാലും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തായിട്ട് ചേർക്കാനായിട്ട് വേണ്ടത് ഒരു മുട്ട ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു നുള്ള് സോഡാപ്പൊടി. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ. ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇതുകൂടി ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി വേണം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാര നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് പൊടിച്ചെടുക്കണം. അത് നമുക്ക് ആദ്യം ഒന്ന് പഞ്ചസാര പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ഗ്ലാസോളം ഉണ്ട്. ഇനി നമുക്ക് അതേ ജാറിൽ തന്നെ, നമുക്ക് ബീറ്ററൊന്നും ഇല്ല, അപ്പോൾ നമുക്ക് അതേ ജാറിൽ തന്നെ നമ്മുടെ മുട്ട കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര, വാനില എസൻസ്, അതേപോലെ ഇളം ചൂട് പാല്, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇളം ചൂട് പാല്, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊരു അരിപ്പയിലിട്ട് ഒരു 2-3 തവണ അരിച്ചെടുക്കണം. ഇത് ഈ 3 ചേരുവകളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് 3 കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ 3 ചേരുവകളും കൂടി ഞാൻ നന്നായിട്ട് അരിപ്പയിൽ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് എടുത്തിട്ടുള്ള ആ കൂട്ടിലേക്ക് ഈ പൊടി കുറേശ്ശെ ചേർത്തിട്ട് ഇളക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരേ പൊസിഷനിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. മിക്സിക്കിനകത്ത് നമുക്ക് ഒരുപാടിട്ടങ്ങ് ഇളക്കമൊന്നും വേണ്ട, ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പക്ഷേ അന്നേരം ഇത് ഒരേ പൊസിഷനിൽ തന്നെ ഇത് കലക്കി എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കൂട്ടൊന്ന് റെഡിയാക്കാം. അപ്പം നമ്മുടെ മാവും എല്ലാം കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം, കണ്ടോ? അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വയ്ക്കാം. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു A4 ഷീറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് സ്വല്പം ഓയിൽ തടവി പാത്രത്തിനുള്ളിൽ വെച്ചാലും മതിയാകും. അപ്പോൾ നമ്മുടെ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു A4 സൈസ് പേപ്പർ എടുത്തതിന് ശേഷം അത് റൗണ്ടിന് കട്ട് ചെയ്ത് അതിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടിയതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഈ കൂട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് നമ്മളിതും തറയിൽ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കണം. അതായത് ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി നമുക്കൊരു കുക്കർ, നമ്മൾ പ്രഷർ കുക്കറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പാത്രം ഇറക്കി വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ റിങ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇത് നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ കൂട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രം കൂടി അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 45 മിനിറ്റ് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 45 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ സ്റ്റിക്ക് വെച്ചങ്ങാണ് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ തീ ഇട്ടേക്കേണ്ടത്, കൂട്ടി വെക്കരുത്. നമ്മുടെ കേക്ക് കുക്കറിലൊക്കെ വെച്ചതിന് ശേഷം ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നല്ല അടിപൊളിയായിട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പം ഇത് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം. നമ്മുടെ കേക്കൊക്കെ നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് എടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ബീറ്ററോ അല്ലെങ്കിൽ ഓവനോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കറിലും മിക്സിയുടെ ജാറിലും ഒക്കെ ഇട്ടടിച്ചെടുത്തിട്ട് തന്നെ നമുക്ക് നല്ല സൂപ്പർ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.